Welcome to another class on human reproduction. Today we are discussing about the fertilization and implantation. നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതിനുശേഷം നമ്മൾ സ്പെർമാറ്റോജനസിസ്, oogenesis, മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങിയിട്ടുള്ള ഏരിയകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ നേരത്തെ റീപ്രൊഡക്റ്റീവ് ഈവൻറ്റുകൾ പഠിച്ചിരുന്നു. ആ റീപ്രൊഡക്റ്റീവ് ഈവൻറ്റുകളിൽ ആദ്യത്തേത് ഗ്യാമീറ്റോജനസിസ്, രണ്ടാമത്തേതായിട്ട് നമ്മൾ പറഞ്ഞത് ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ. അപ്പോൾ അതിൽ പ്രധാനമായ രണ്ട് ഹെഡിങ്ങുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്: ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ദി ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് ഇൻസൈഡ് ദി ഫീമെയിൽ ബോഡി. ഓക്കെ. ഇംപ്ലാന്റേഷൻ നമുക്ക് നേരത്തെ അറിയാം. അറ്റാച്ച്മെൻറ്റ് ഓഫ് ഫോംഡ് എംബ്രിയോ ഇൻ ടു ദി വാൾ ഓഫ് ദി യൂട്ടറസ്, റൈറ്റ്? അതിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ ഫെർട്ടിലൈസേഷനും ഇംപ്ലാന്റേഷനും എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. ഫെർട്ടിലൈസേഷന് മുമ്പായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാം. നമുക്കറിയാം ഇൻസെമിനേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്, റൈറ്റ്? ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് മെയിൽ ഗാമീറ്റ്സ് ഇൻ ടു ദ ഫീമെയിൽ ബോഡി, റൈറ്റ്, ബൈ യൂസിങ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ പെനിസ്, അല്ലേ? അപ്പോൾ പെനിസ് വഴി മെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്പേമുകളെ ഫീമെയിൽ ബോഡിയിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുന്ന, അല്ലേ, അതിനെയാണ് നമ്മൾ ഇൻസെമിനേഷൻ എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പോൾ ഈ വജൈനൽ റീജിയനിലേക്ക് ആണ് ഈ ഒരു ഇൻസെമിനേഷൻ സമയത്ത് സ്പേംസിനെ റിലീസ് ചെയ്യിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ സ്ട്രക്ചർ പഠിച്ചിരുന്നു, ഫീമെയിൽ സ്ട്രക്ചർ പഠിച്ചിരുന്നു. സോ വജൈന ആൻഡ് സർവിക്സ്, ബർത്ത് കനാലായിട്ട് രൂപപ്പെട്ടിരിക്കുന്ന ഈ വജൈന ആൻഡ് സർവിക്സ്, അല്ലേ? അപ്പോൾ ഈ റീജിയനിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന സ്പേമുകൾ, ആ സ്പേമുകൾ ആ ഫ്ലൂയിഡ് മീഡിയത്തിലൂടെ, നമുക്കറിയാം അവിടെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഷേപ്പ് എല്ലാം അതിനെ സഹായിക്കുന്ന രൂപത്തിലാണ് നമ്മൾ പഠിച്ചത്, റൈറ്റ്? അപ്പോൾ അങ്ങനെ ഇവിടേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന സ്പേമുകൾ സെമനിലൂടെ, ആ സെമനിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലൂയിഡ് മീഡിയത്തിലൂടെ അതിവേഗം പിന്നീട് സഞ്ചരിക്കുകയാണ് വജൈന ത്രൂ ദ സെർവിക്സ് ഇൻ ടു ദി യൂട്രൈൻ ക്യാവിറ്റി, അല്ലേ? ആ യൂട്രൈൻ ക്യാവിറ്റിയിൽ നിന്ന് പിന്നീട് അവ സഞ്ചരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് എയ്തർ ഇൻ ടു ദിസ് ഡിറക്ഷൻ ഓർ ഇൻ ടു ദിസ് ഡിറക്ഷൻ, അല്ലേ? നമുക്കറിയാം ഈ യൂട്ടറസിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഫാലോപ്പിയൻ ട്യൂബ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഈ ഒരു ഫാലോപ്പിയൻ ട്യൂബ് ഇങ്ങനെ ഇങ്ങോട്ട്, അതുപോലെ ഈ ഒരു ഫാലോപ്പിയൻ ട്യൂബ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്യപ്പെടുന്ന സെമനിൽ അടങ്ങിയിരിക്കുന്ന സ്പേമുകൾ ഈ ഒരു ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത്, അല്ലേ? വജൈന, സെർവിക്സ്, യൂട്രൈൻ ക്യാവിറ്റി, ദെൻ ഇറ്റ് പാസ് ഇൻ ടു ദി ഫെലോപ്പിയൻ ട്യൂബ് എയ്തർ ഇൻ ദിസ് ഡിറക്ഷൻ ഓർ ഇൻ ദിസ് ഡിറക്ഷൻ. രണ്ട് ഡിറക്ഷനിലും ഒരേ സമയം സഞ്ചരിക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് അവ ഇസ്മസ് വഴി ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ ഒരു ആംപ്യുള്ളറി റീജിയൻ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നതാണ്, ആംപ്യുള്ള ഹിയർ, ആൻഡ് ദിസ് ഈസ് ദി ഇൻഫണ്ടിബുലം, ഫിംബ്രിയെ ഒക്കെ നമ്മൾ സ്ട്രക്ചർ പഠിച്ചിരുന്നതാണ്. ഇവിടെയാണ് ഓവറി ഉള്ളത്. ഓക്കെ. അപ്പോൾ ഈ റിലീസ് ചെയ്യപ്പെടുന്ന സ്പേമുകൾ ഈ ഒരു ഡയറക്ഷനിലും ഈ ഒരു ഡയറക്ഷനിലും ഒരേ സമയത്ത് സഞ്ചരിക്കുകയാണ്. എന്താണ് ഫെർട്ടിലൈസേഷൻ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഫെർട്ടിലൈസേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് റീജിയനാണ് ഈ ഒരു ജംഗ്ഷൻ, അതായത് ഇവിടെ ആംപ്യുള്ള, ഈ ട്രാൻസ്വേഴ്സ് ട്യൂബ് ഈസ് കാൾഡ് ഇസ്തമസ്. അപ്പോൾ ഇസ്തമസും അതുപോലെ തന്നെ ഈ ആംപ്യുള്ളയും കൂടി ചേർന്ന ഈ ഒരു ജംഗ്ഷൻ, റൈറ്റ്, ഈ ഒരു ജംഗ്ഷനാണ് നമ്മൾ ഇസ്തമിക് ആംപ്യുള്ളറി ജംഗ്ഷൻ എന്ന് പറയുന്നത്. ദിസ് ജംഗ്ഷൻ ഓൺലി അലോസ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ്, റൈറ്റ്? ഓവുലേഷൻ സമയത്ത് ഓവറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന, നമുക്കറിയാം എയ്തർ ഫ്രം ദിസ് ഓവറി ഓർ ഫ്രം ദിസ് ഓവറി. ഓക്കെ. അസ്യൂം ദാറ്റ് ദിസ് ഓവറി ഓവുലേറ്റഡ് ആൻ ഓവം ഇൻ ടു ദ ഫെലോപ്പിയൻ ട്യൂബ്. ഓക്കെ. അപ്പോൾ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ഓവുലേഷൻ സംഭവിച്ച ഒരു ഓവം പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഓവത്തെ പിന്നീട് ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിൽ ഉള്ള സിലിയേറ്റഡ് എപ്പിത്തീലിയൽ സെല്ലുകൾ പതുക്കെ മൂവ് ചെയ്ത് ഏത് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോവുകയാണ്? ഈ ഒരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഓക്കെ. അപ്പം വെനെവർ ദി സ്പേംസ് കം ഇൻ ടു ദിസ് റീജിയൻ അറ്റ് ദ സെയിം ടൈം സൈമൾട്ടേനിയസ്ലി ഈ ഒരു ഓവം എവിടേക്ക് എത്തണം? ഈ ഇസ്തമിക് ആംപ്യുള്ളറി ജംഗ്ഷനിലെത്തണം. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് വരുന്ന ഈ ഓവം ഇസ്തമിക് ആംപ്യുള്ളറി ജംഗ്ഷനിലെത്തുന്നു. അറ്റ് ദ സെയിം ടൈം സൈമൾട്ടേനിയസ്ലി ഈ ഇവിടുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യപ്പെടുന്ന സ്പേമുകൾ അതേസമയം ഇവിടെ വന്ന് ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരണം. ഓക്കെ. അപ്പോൾ ആ സമയത്ത് മാത്രമേ അവിടെ ഫെർട്ടിലൈസേഷൻ സാധ്യമാവുകയുള്ളൂ. സോ ഓർമ്മിക്കുക, ദ ടേം സൈമൾട്ടേനിയസ്ലി the ovum move in this direction and the sperms are moved in this direction and they come in contact with the
ഈച്ച് അതർ ആൻഡ് ദ ഫെർട്ടിലൈസേഷൻ മേ ബി ടേക്സ് പ്ലേസ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എല്ലാ സെക്ഷൽ ഇൻ്റർകോഴ്സും അല്ലെങ്കിൽ എല്ലാ കോപ്പുലേഷനും ഇത്തരത്തിലുള്ള ഫെർട്ടിലൈസേഷനിലേക്ക് നയിക്കില്ല എന്ന് പറയുന്നത്. ഓക്കെ, 1 ഡേ ആണ് എഗ്ഗിൻ്റെ ഒരു ലൈഫ് സ്പാൻ ആയിട്ട് പറയുന്നത്. അതേസമയം സ്പേം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്പേമിന് 3 ദിവസമാണ് ആയുസ് ഉള്ളത്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ഇവ രണ്ടും ഈ ഒരു ഇസ്തമിക് ആംബുലറി ജംഗ്ഷനിൽ വെച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമേ ഫെർട്ടിലൈസേഷൻ സാധ്യമാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പഠിച്ചു. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സാണ്. എല്ലാവിധ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും ഒത്തുവരുമ്പോൾ മാത്രമേ ഈ ഇസ്തമിക് ആംബുലറി ജംഗ്ഷനിൽ വെച്ചിട്ട് സ്പേമിൻ്റെയും അതുപോലെ തന്നെ എഗ്ഗിൻ്റെയും ഫ്യൂഷൻ നടക്കുകയുള്ളൂ. ആൻഡ് ദാറ്റ് ഫ്യൂഷൻ ഈസ് ടേംഡ് ആസ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഇനി നമ്മൾ നോക്കുക, ഇവിടെ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള സ്പേമിൻ്റെ ക്രോമസോം കണ്ടീഷൻ കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. നമുക്കറിയാം സ്പേം ഈസ് എന്താണ്, ഹാപ്ലോയിഡ് സെല്ലാണ് വിത്ത് n നമ്പർ ഓഫ് ക്രോമസോം. സോ ദിസ് ഈസ് എ സ്പേം ആൻഡ് ദിസ് ഈസ് ഓവം. ഓക്കെ, ഓവം ഈസ് ആൾസോ ഹാപ്ലോയിഡ് സെൽ വിത്ത് n നമ്പർ ഓഫ് ക്രോമസോം. ഓക്കെ, സോ വെനെവർ ദിസ് സ്പേം ആൻഡ് ഓവം യുണൈറ്റ് ആൻഡ് ഫോം ഫസ്റ്റ് ഡിപ്ലോയിഡ് സെൽ വിച്ച് ഈസ് കാൾഡ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അതിനെയാണ് നമ്മൾ സൈഗോട്ട് എന്ന പേരിൽ വിളിക്കുന്നത്. സോ ഇൻ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ സൈഗോട്ട് ഈസ് ദ ഫസ്റ്റ് ഡിപ്പ്. ഇനി എന്താണ് ഫെർട്ടിലൈസേഷൻ സമയത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഓവത്തിൻ്റെ സ്ട്രക്ചർ. നോക്കുക, ദിസ് ഓവം ഹാവിങ് എ സെൻട്രൽ ന്യൂക്ലിയസ് ഈസ് ഹാപ്ലോയിഡ് ഇൻ കണ്ടീഷൻ. ഒരു ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ട്, അതിൻ്റെ സൈറ്റോപ്ലാസം ഉണ്ട്. ഓക്കെ, സൈറ്റോപ്ലാസിൻ്റെ വെളിയിലായിട്ട് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ആ പ്ലാസ്മ മെംബ്രെയിന് വെളിയിലൊരു മെംബ്രെയിൻ ഉണ്ട്, അതിനെയാണ് നമ്മൾ വിറ്റലൈൻ മെംബ്രെയിൻ എന്ന പേരിൽ വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? വിറ്റലൈൻ മെംബ്രെയിൻ. ഓക്കെ, ആ വിറ്റലൈൻ മെംബ്രെയിൻ്റെ വെളിയിലായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. ദാറ്റ് സ്പേസ് ഈസ് കാൾഡ് പെരി വിറ്റലൈൻ സ്പേസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ആ പെരി വിറ്റലൈൻ സ്പേസിൻ്റെ വെളിയിലായിട്ടുള്ള അനദർ ലെയർ, വെരി ക്യാരക്ടറിസ്റ്റിക് ലെയർ ഈസ് ഹിയർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ലെയർ ഈസ് കാൾഡ് സോണ പെല്യൂസിഡ. സോണ പെല്യൂസിഡ എന്നാണ് ആ ലെയറിനെ വിളിക്കുന്നത്. ഓക്കെ, സോണ പെല്യൂസിഡ ലെയർ. ഈ സോണ പെല്യൂസിഡ ലെയറിൻ്റെ വെളിയിലായിട്ടുള്ള സെല്ലുലാർ ലെയറുണ്ട്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സിഗ്സാഗ് മാനറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സെല്ലുലാർ ലെയറുണ്ട്. ദാറ്റ് ലെയർ ഈസ് കാൾഡ് കൊറോണ റേഡിയേറ്റ. കൊറോണ ഈസ് വെരി ഫെമിലിയർ നൗ. ഓക്കെ, ഈസ് കാൾഡ് കൊറോണ റേഡിയേറ്റ. ഓക്കെ, ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മില്യൺസ് ഓഫ് സ്പേംസ് ആർ കമ്മിങ് ത്രൂ ദിസ് ഡിറക്ഷൻ. ഓക്കെ, അങ്ങനെ മൂവ് ചെയ്ത് വരുന്ന ഈ സ്പേമുകളെല്ലാം ഈ എഗ്ഗുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന് ഫ്യൂഷന് സാധ്യതയുണ്ടോ? ഇല്ല. അറ്റ് ദ സെയിം ടൈം എ സിംഗിൾ സ്പേം ഗെറ്റ്സ് ദി ഓപ്പർച്യൂണിറ്റി ടു കമ്പൈൻ വിത്ത് ദി പ്രൊഡ്യൂസ്ഡ് ഓവം. ഓക്കെ, അപ്പോൾ അവിടെ ചില പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട് അല്ലേ? ദശലക്ഷക്കണക്കിന് സ്പേംസ് വരുന്ന സമയത്ത് അതിൽ ഒരു സ്പേമിന് മാത്രം, വെരി ഗിഫ്റ്റഡ് സ്പേം ഓൺലി ഗെറ്റ്സ് ദി ചാൻസ് ടു കമ്പൈൻ വിത്ത് ദി എഗ് റിലീസ്ഡ് ഇൻ ഫീമെയിൽ ബോഡി. ഓക്കെ, അപ്പോൾ എന്ത് മാറ്റമാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പഠിക്കണം നമുക്ക്. ഇങ്ങനെ ഒരുപാട് സ്പേമുകൾ വന്ന് ഈ എഗ്ഗുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയാണ്. ഓക്കെ, ഒരു സ്പേം അറ്റാച്ച് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ആക്രോസോം ബ്രേക്ക് ചെയ്ത് അതിൽ നിന്ന് ഹ്യാലുറോണിഡേസ് എൻസൈം റിലീസ് ചെയ്യും. ആ എൻസൈം ഈ ലെയറിനെ എന്ത് ചെയ്യുന്നു, അതായത് എഗ്ഗിൻ്റെ ലെയേഴ്സിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടൊരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ചാനൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ത്രൂ ദാറ്റ് ചാനൽ ദ sperm enters into the cytoplasm of the egg. Okay, so this enzymatic reaction induces some changes in the zona pellucida layer of the egg and forms a particular membrane over this egg cell. Okay, ആ എഗ് സെല്ലിൻ്റെ വെളിയിലായിട്ടൊരു ഫെർട്ടിലൈസേഷൻ മെംബ്രെയിൻ ഫോം ചെയ്യും. ഓക്കെ, ടോട്ടൽ ദാറ്റ് റിയാക്ഷൻ ഈസ് കാൾഡ് കോർട്ടിക്കൽ റിയാക്ഷൻ എന്നാണ് വിളിക്കുക. ആ മെംബ്രെയിൻ ഫോം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ദ ഫർദർ എൻട്രി ഓഫ് എനി സ്പേംസ്, തുടർന്ന് ഒരു സ്പേമുകൾക്കും പിന്നീട് ഈ എഗ്ഗിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ദാറ്റ്സ് വൈ ഓൺലി വൺ സ്പേം ഗെറ്റ്സ് ദ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ടു എൻ്റർ ഇൻ ടു ദി സൈറ്റോപ്ലാസം ഓഫ് ദി ഓവം. ഓക്കെ, ഇതിനുള്ളിലേക്ക് എൻ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാലാണ് പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ എഗ്ഗിൻ്റെ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ്റെ ഫലമായിട്ട് ഇവിടെ എന്ത് ഫോം ചെയ്യുകയാണ്, ഫങ്ഷണൽ എഗ്ഗ് അല്ലെങ്കിൽ ഊട്ടിഡും അതുപോലെ തന്നെ ഒരു സെക്കൻഡ് പോളാർ ബോഡിയും ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുന്ന ആ ഒരു ഊട്ടിഡുമായിട്ടാണ് സ്പേമിൻ്റെ ന്യൂക്ലിയസ് വന്നിട്ട് കമ്പൈൻ ചെയ്യുന്നത്. അങ്ങനെ ആദ്യത്തെ ഡിപ്ലോയിഡ് സെല്ലായിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യുന്നത്. സോ
Zygote is the first diploid cell which is produced as a result of fertilization. Okay, so this is the zygote, okay, which is in 2n condition and which undergo continuous mitotic division. Okay, അത് ഫസ്റ്റ് ഡിവിഷൻ നടന്നുകൊണ്ട് 2 സെൽഡ് സ്റ്റേജിലേക്ക് മാറ്റപ്പെടും. പിന്നീട് അത് 4 സെൽഡ് സ്റ്റേജിലേക്ക് മാറ്റപ്പെടും. ഒരു അൺഈക്വൽ ഡിവിഷനാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇത്തരത്തിൽ 4 സെൽഡ് സ്റ്റേജിലേക്ക് മാറ്റപ്പെടും. ഹിയർ 2 സെൽഡ് സ്റ്റേജ്, 4 സെൽഡ് സ്റ്റേജ്, then divides and forms 8 celled stage. Okay, 8 celled stage. പിന്നീട് അത് 16 സെൽഡ് സ്റ്റേജിലേക്ക് മാറ്റപ്പെടും. ആ രീതിയിലാണ് ഇതിൻ്റെ ഡിവിഷൻ നടക്കുന്നത്. അപ്പോൾ അതിൽ 8 മുതൽ 16 സെൽഡ് സ്റ്റേജ് വരെയുള്ള ഈ ഒരു കണ്ടീഷനെ, എംബ്രിയോയുടെ ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ മോറുല എന്ന പേരിൽ വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? മോറുല. ഓക്കെ, ഈ മോറുല കണ്ടീഷനിൽ നിന്ന് വീണ്ടും അത് 32 സെൽഡ് സ്റ്റേജ്, 64 സെൽഡ് സ്റ്റേജ്, ആ രീതിയിൽ ഒരു ജോമെട്രിക് പ്രോഗ്രഷനിൽ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദിസ് മോറുല continue to divide many times and forms blastocyst. ഓക്കെ, ഒരു സെല്ലുലാർ മാസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ബ്ലാസ്റ്റോസിസ്റ്റാണ് പിന്നീട് യൂട്ടറസ് ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുന്നത്. യൂട്രൈൻ വാളിൽ അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നീങ്ങുന്ന ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന പേരിൽ വിളിക്കുന്നത്. ഈ ബ്ലാസ്റ്റോസിസ്റ്റിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 സെല്ലുലാർ ലെയറുകളാണ് പ്രധാനമായിട്ട് ഉള്ളത്. അത് മനസ്സിലാക്കി വയ്ക്കുക. ആൻ ഔട്ടർ ലെയർ, ഓക്കെ, ഔട്ടർ സെല്ലുലാർ ലെയർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള സെല്ലുലാർ മാസും അതിന് കാണപ്പെടും. ഓക്കെ, സോ അത് വളരെ പ്രധാനമാണ്. ഫർദർ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് വളരെ പ്രധാനമായിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറാണ് അതിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഈ ഒരു ലെയറിനെയാണ് നമ്മൾ ട്രോഫോബ്ലാസ്റ്റ് എന്ന പേരിലാണ് വിളിക്കുന്നത്. ദിസ് ഈസ് കാൾഡ് ട്രോഫോബ്ലാസ്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ ട്രോഫെക്ടോഡേം എന്ന പേരിലും നമ്മൾ വിളിക്കാറുണ്ട്. ട്രോഫെക്ടോഡേം. ഓക്കെ, ആൻഡ് ദ ഇന്നർ സെല്ലുലാർ ലെയർ ഈസ് ആൾസോ പ്രസൻറ്റ്. ഇന്നർ സെൽ മാസ് ഈസ് ആൾസോ ഫോംഡ്. സോ ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ബ്ലാസ്റ്റുല എന്ന പേരിൽ വിളിക്കുന്നത്, അല്ലെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റ് ഓർ ബ്ലാസ്റ്റുല എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത് ഇതാണ്. ഓക്കെ, സോ നോക്കൂ, ഈ 2 ലെയറുകളിൽ ദി എക്സ്റ്റേണൽ ട്രോഫോബ്ലാസ്റ്റ് helps for the attachment of this blastocyst with the uterine wall. Okay, and inner cell mass become the embryo. എംബ്രിയോ ആയിട്ട് മാറ്റപ്പെടും. പിന്നീട് കുഞ്ഞായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഈ ഒരു ഇന്നർ സെൽ മാസിലുള്ള സെല്ലുകളാണ് എന്നും മനസ്സിലാക്കുക. റൈറ്റ്, ഇനി നോക്കൂ, ഇംപ്ലാന്റേഷൻ. എന്താണ് ഇംപ്ലാന്റേഷൻ? ഫലോപ്പിയൻ ട്യൂബിലൂടെ മൂവ് ചെയ്ത് വരുന്ന ഈ സെല്ലുകൾ മൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവയുടെ ഡിവിഷൻ കൂടി സംഭവിക്കുന്നുണ്ട്. ഡിവൈഡ് ചെയ്തുകൊണ്ട് ഏതാണ്ട് ബ്ലാസ്റ്റുല കണ്ടീഷനിൽ എത്തുമ്പോഴാണ് അത് യൂട്ടറസിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ യൂട്ടറസിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ യൂട്ടറിൻ വാളുമായിട്ട് ഈ ഒരു ബ്ലാസ്റ്റുല കമ്പൈൻ ചെയ്യുകയും ജോയിൻ ചെയ്യുകയും അതിൻ്റെ ട്രോഫോബ്ലാസ്റ്റ് ലെയർ ഗെറ്റ് അറ്റാച്ച്ഡ് വിത്ത് ദി എൻഡോമെട്രിയം ആൻഡ് ഇറ്റ് എംബഡഡ് ഓൺ ദി എൻഡോമെട്രിയൽ വാൾ. ഓക്കെ, ആ ട്രോഫോബ്ലാസ്റ്റിൻ്റെ പിന്നീട് ഒരു സെല്ലുലാർ ലെയർ എംബ്രിയോയുടെ വെളിയിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കവറിങ് കൂടി ഫോം ചെയ്തിട്ട് കവർ ചെയ്തുകൊണ്ടുള്ളൊരു സ്ട്രക്ചറായിട്ട് അത് മാറ്റപ്പെടുകയാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന പേരിൽ വിളിക്കുന്നത്. സോ ദ അറ്റാച്ച്മെൻറ്റ് ഓഫ് ഫോംഡ് എംബ്രിയോ ഇൻ ടു ദി വാൾ ഓഫ് ദി യൂട്ടറസ് ഓർ ദ എൻഡോമെട്രിയൽ ലൈനിങ് ഓഫ് ദ യൂട്ടറസ് ഈസ് ടേംഡ് ആസ് ഇംപ്ലാന്റേഷൻ. ഓക്കെ, അപ്പോൾ ആ ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷം ആ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസും അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഗ്യാസസ് എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ലെയറിൽ നേരത്തെ നമ്മൾ പഠിച്ച പോലെ യൂട്രൈൻ വാളിൽ എൻഡോമെട്രിയൽ ലെയറിൽ ഈ വാസ്കുലറൈസേഷൻ സംഭവിച്ചിരുന്നത്, ബ്ലഡ് വെസൽസ് ഡെവലപ്പ് ചെയ്തിരുന്നത്, അത്തരത്തിലുള്ള സെല്ലുലാർ ആയിട്ടുള്ള ഒരു ബെഡ് ഫോം ചെയ്തിരിക്കുന്നത്. ആ ഒരു എൻഡോമെട്രിയൽ ലെയറിലേക്കാണ് ഇത്തരത്തിൽ ഫോം ചെയ്ത് വരുന്ന എംബ്രിയോയെ ഫിക്സ് ചെയ്യിക്കുന്നത്. അങ്ങനെ ഫിക്സ് ചെയ്യിക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നത്. ആ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നീട് ജസ്റ്റേഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുകയായി, ഗർഭകാലഘട്ടം ആരംഭിക്കുകയായി. മനസ്സിലായല്ലോ? റൈറ്റ്, നോക്കൂ, നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദി സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ്. ഓക്കെ, നമുക്കറിയാം ഹ്യൂമൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഹാവിങ് ഡിഫറെൻറ്റ് ക്രോമസോം കണ്ടീഷൻ. ഇൻ കേസ് ഓഫ് മെയിൽസ് ദ സെക്സ്
chromosomes are XY. Okay, in diploid condition it is XY. In female the sex chromosome is XX. Right. So ഇത് മെയിലിൽ XY കണ്ടീഷനും ഫീമെയിലിൽ XX കണ്ടീഷനുമാണ്. ഓക്കെ, നോക്കൂ, അപ്പോൾ അതാണ് അതിൻ്റെ 2N കണ്ടീഷൻ. ഓക്കെ, ഫീമെയിൽസിൽ 2N കണ്ടീഷൻ എന്ന് പറയുന്നത് XX-ഉമാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സെക്സ് സെല്ലുകൾ ഗാമീറ്റുകൾ ഫോം ചെയ്യുന്ന സമയത്ത് മിയോസിസ് നടന്നുകൊണ്ട് ഹാപ്ലോയിഡ് സെല്ലുകളായിട്ട് മാറ്റപ്പെടുകയാണ് അല്ലേ. അപ്പോൾ ഹാപ്ലോയിഡ് സെല്ലുകളായിട്ട് മാറ്റപ്പെടുമ്പോൾ ഇവിടെ 2 പോസിബിലിറ്റിയാണ് ഉള്ളത്. ഹാപ്ലോയിഡ് കണ്ടീഷനായിട്ട് മാറുമ്പോൾ ഇതിൽ ഡിപ്ലോയിഡ് കണ്ടീഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒന്നുകിൽ സ്പേമുകളിൽ അവയുടെ സെക്സ് ക്രോമസോമായിട്ട് X ആയിരിക്കും, അല്ലെങ്കിൽ സ്പേമുകളിൽ അവയുടെ സെക്സ് ക്രോമസോമായിട്ട് Y ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ മെയിലിൽ അതിൻ്റെ ഹാപ്ലോയിഡ് കണ്ടീഷൻ N കണ്ടീഷൻ എന്ന് പറയുന്നത് എയ്തർ X ഓർ Y ആയിരിക്കും. ഓക്കെ, ഫീമെയിൽ അവയുടെ സെക്സ് ക്രോമസോം കണ്ടീഷൻ ഈസ് XX, 2N കണ്ടീഷൻ. ഡ്യൂറിങ് ദ ടൈം ഓഫ് ഊജനസിസ് നടന്നുകൊണ്ട് ഓവം ഫോം ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാകുന്ന ഹാപ്ലോയിഡ് ഓവം എന്ന് പറയുന്നത് അതിൻ്റെ ക്രോമസോം കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു സാധ്യതയാണുള്ളത് X ആയിരിക്കും അല്ലേ. എങ്ങനെ വന്നു കഴിഞ്ഞാലും അതിൽ നിന്ന് അതിൻ്റെ സെക്സ് ക്രോമസോമായിട്ട് X മാത്രമാണ് വരിക. ഓക്കെ, അപ്പോൾ ദ ഫീമെയിൽസ് ഓൺലി പ്രൊഡ്യൂസ് ദി ഓവം വിത്ത് സെക്സ് ക്രോമസോം X. ഓക്കെ, ഹാപ്ലോയിഡ് കണ്ടീഷനിൽ അവയിൽ X മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം അതിൻ്റെ സെക്സ് ക്രോമസോമുകളിൽ 2ഉം X ക്രോമസോം ആയതുകൊണ്ട് ഈ ഒരു X എന്ന് പറയുന്ന ക്രോമസോമിനെ മാത്രമേ ഓവത്തിൽ ലഭ്യമാവുകയുള്ളൂ. ഓക്കെ, ഇഫ് ദ സ്പേം കണ്ടെയ്നിങ് X ആസ് ഇറ്റ്സ് സെക്സ് ക്രോമസോം ആൻഡ് ഇൻ ഫീമെയിൽസ് ദ ഓൺലി X ബിക്കം ദി സെക്സ് ക്രോമസോം. അപ്പോൾ സ്പേമിലെ X ക്രോമസോമും എഗ്ഗിലെ X ക്രോമസോം കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് XX കണ്ടീഷൻ സൈഗോട്ടിൽ ഉണ്ടാകും. ഓക്കെ, ഇൻ സൈഗോട്ട് ദ സെക്സ് ക്രോമസോം ബിക്കം XX. ഓക്കെ, അത് എന്തായിരിക്കും കണ്ടീഷൻ? അത് ഫീമെയിൽ ചൈൽഡായിട്ട് ഡെവലപ്പ് ചെയ്തു വരും. ഓക്കെ, ഇഫ് ഇൻ കേസ് ഓഫ് സ്പേം ദ സെക്സ് ക്രോമസോം ഈസ് Y, ദിസ് Y ഈസ് കമ്പൈനിങ് വിത്ത് X ക്രോമസോം കമ്മിങ് ഫ്രം എഗ് ആൻഡ് ഫോംസ് XY കണ്ടീഷൻ. അത് എന്ത് ചൈൽഡായിട്ട് മാറ്റപ്പെടുകയാണ്? മെയിൽ ചൈൽഡായിട്ട് മാറ്റപ്പെടുകയാണ്. ഓക്കെ, ദ സെക്സ് ഓഫ് ദ ചൈൽഡ് അത് ഫീമെയിൽ ചൈൽഡ് ആവണോ മെയിൽ ചൈൽഡ് ആവണോ എന്ന് തീരുമാനിക്കുന്നത് ആരിൽ നിന്നുള്ള സെക്സ് ക്രോമസോമാണ്? സ്പേമിൽ നിന്നുള്ള സെക്സ് ക്രോമസോമാണ്, അല്ലെങ്കിൽ മെയിലിൽ നിന്നുള്ള സെക്സ് ക്രോമസോമാണ്. ഓക്കെ, കാരണം ഫീമെയിലിൽ അതിൻ്റെ എഗ്ഗ് പ്രൊഡക്ഷൻ്റെ സമയത്ത് ആ എഗ്ഗിലുള്ള ഒരേ ഒരു ഹാപ്ലോയിഡ് സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് X ക്രോമസോം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ദ സെക്സ് ഡിറ്റർമിനേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി മെയിൽ പാരൻറ്റ്. ഓക്കെ, ദ ഫാദർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സെക്സ് ഓഫ് ദി ചൈൽഡ്. The 50% of sperm containing X chromosome as its sex chromosome, and the remaining 50% containing Y chromosome. Okay, which sperm is coming in contact with the egg with the X chromosome, determining the sex of the producing child. അപ്പോൾ ഈ കുഞ്ഞ് രൂപപ്പെടുന്ന സമയത്ത് കുഞ്ഞിൻ്റെ സെക്സ് തീരുമാനിക്കുന്നത് മെയിലാണോ ഫീമെയിലാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഏത് തരത്തിലുള്ള സ്പേമുകളാണോ വരുന്നത് എന്നുള്ളതാണ്. നോക്കൂ, സ്പേമിൽ മാത്രമാണ് എക്സ് എന്നും വൈ എന്നുള്ള ചോയ്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ദ കമ്പൈനിങ് സ്പേം കണ്ടെയ്നിങ് എക്സ് ആസ് ദി സെക്സ് ക്രോമസോം, ദ ചൈൽഡ് ബിക്കം ഫിമെയിൽ. ദ കമ്പൈനിങ് സ്പേം ഹാവിങ് വൈ ആസ് ദി സെക്സ് ക്രോമസോം, the resulting zygote getting XY as its sex chromosome condition, and the child become male child, right?